ഷോ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അത് ഇവിടെ പോയി കിടക്കുകയാണാവോ? എത്ര സമയമായി ഞാൻ ഇവിടെയൊക്കെ തിരിയുന്നു. ഇവിടെയൊക്കെ നോക്കി നോക്കി തന്നെ ഞാൻ തളർന്നു. എടി കുഞ്ഞാവേ, നീ എന്താണായി പരതണത്? കുറെ സമയമായില്ല ഇവിടെ നിന്നും തിരിഞ്ഞു കളിക്കുന്നു. അത് ഞാൻ മുന്നാറിൽ നിന്ന് എന്റെ തലയിൽ കുത്താനൊരു ടിക് വാങ്ങിച്ചിരുന്നു. അതിപ്പോൾ എവിടെയും കാണുന്നില്ല. എത്ര സമയമായിന്നോ ഞാൻ ഇവിടെയൊക്കെ തിരിയുന്നു. ആഹാ, അമ്പടി കേമി, അതല്ലേ നിന്റെ തലയിലുള്ളത്? ഇങ്ങ് താടി എന്റെ ടിക്. ആരോട് ചോദിച്ചിട്ടാടി നീ എന്റെ ടിക് എടുത്ത് തലയിൽ കുത്തിയത്? നിന്നോടാ മര്യാദയ്ക്ക് പറഞ്ഞത് എന്റെ ടിക് ഇങ്ങോട്ടേക്ക് തരാൻ. അമ്പട പുൽസോ, ആരാ പറഞ്ഞത് ഇത് നിന്റെ ടിക് ആണെന്ന്? ഇതേ എന്റെ ടിക്കാ. അല്ല, അത് എന്റെ ടിക്കാ. ആ വൈറ്റ് കളർ ടിക്കാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. അത് എന്റേതാണ്. നിങ്ങളുടെ മര്യാദയ്ക്ക് തിരിച്ചു തരാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് തിരിച്ചു തന്നോ? ആഹാ, ഇതമ്മൽ നിന്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇത് എന്റെ ടിക്കാ, നിന്റേതൊന്നുമല്ല ഇത്. എടി കുഞ്ഞാറ്റെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. നിന്നോട് മര്യാദയ്ക്ക് തരാൻ പറഞ്ഞത്. എന്റെ അനുവാദമില്ലാതെ എന്റെ സാധനം എടുത്ത് തലയിൽ കുത്തിയതും പോരാ, വീണ്ടും നിന്നവൾ പ്രസംഗിക്കാൻ നിൽക്കുന്നു. നിന്നോട് അതിങ്ങോട്ടേക്ക് തരാൻ പറഞ്ഞത്. ഒന്ന് പോടി അവിടുന്ന്. ഇതേ എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നതാ. ഇത് നീ അല്ല വാങ്ങിച്ചത്, ഞാനാ വാങ്ങിച്ചത്. ഇത് എന്റെ ടിക്കാണ്. നീ അത് മര്യാദയ്ക്ക് കഴിച്ചു തരുന്നോ അല്ലെങ്കിൽ ഞാൻ കഴിച്ചെടുക്കണോ? നിന്നോടാ ചോദിച്ചത്. ഹോ, എന്റെ മുടിയങ്ങാൻ തൊട്ടാലേ നിന്റെ കൈ ഞാൻ വെട്ടും. ആ, എങ്കിൽ വേഗം ഇങ്ങ് കഴിച്ചു തന്നോ. ഇതേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് അവിടെ നിന്നും. അങ്ങനെ നിനക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചു തന്നതല്ല ഇത്. ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടെ വാങ്ങിച്ചു തന്നതാ. അങ്ങനെയൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. ഇതേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. നിനക്ക് വേണമെങ്കിൽ നിനക്കും വാങ്ങിച്ചൂടായിരുന്നോ? നിന്നോടാരാ എന്റെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞത്? മര്യാദ ഇങ്ങോട്ടേക്ക് തരാനാ പറഞ്ഞത്. അങ്ങോട്ട് മാറി നിക്കടി. തരത്തില്ല, ഇത് എന്റെ ടിക്കാണ്. ഒന്ന് പോടി അവിടുന്ന്. ഇത് എന്റെ ടിക്കാണ്. ആ, എന്റെ മുടി വേദനയാവണോ? മുടി വിടടി, മുടി വിടാൻ. ഇല്ല, വിടത്തില്ല. എന്റെ ടിക്കറ്റ് തരാതെ ഞാൻ വിടത്തില്ല. ആ, അമ്മ ഓടി വാ. ഇവൾ എന്റെ മുടി പിടിച്ച് പറിക്കണോ അമ്മ? അയ്യോ, എന്താണ് മക്കളെ ഇത്? കുറെ സമയമായല്ലോ നിങ്ങൾ തല്ലുപിടി കേൾക്കുന്നു. എന്തിനാടി ഇവിടെ കിടന്ന് മോങ്ങണത്? ഇതിറ്റിങ്ങളെ കൊണ്ട് മനുഷ്യൻ ഏത് സമയം നോക്കിയാലും സല്ലപ്പാട് തന്നെയാണല്ലോ. എന്തോ നാടി ഇപ്പൊ ഇവിടെ പ്രശ്നം? ഒരുമാതിരി കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞതുപോലെ ഏത് സമയം നോക്കിയാലും രണ്ടും കൂടെ കീരിയും പാമ്പാണ്. എന്തിനാടി നീ ഇങ്ങനെ മോങ്ങണത്? എന്തിനാണ് മോങ്ങണതെന്ന്? അമ്മ, ഇവളില്ലേ കുഞ്ഞാവ, ഇവളെന്നെ ഇടങ്ങാറാക്കി അമ്മ. ഇവിടെ പ്രശ്നം അതില്ലമ്മ. നോക്ക്, ടിക്കില്ലേ, ഇത് ഞാൻ മൂന്നാറിൽ നിന്നും എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അത് ഞാൻ കാണാതെ ഇവിടെ അവളുടെ തലയിൽ കുത്തി. ഇത് ഞാൻ വാങ്ങിച്ച ടിക്കല്ലേ, അപ്പൊ ഇത് എന്റെ ടിക്കല്ലേ? അമ്മ, അത് രണ്ടുപേരും കുത്തിക്കോ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു തന്നതല്ലേ? അതുകൊണ്ടാ ഞാൻ എടുത്ത് കുത്തിയത്. അവൾ എന്റെ മുടി പിടിച്ച് പറിച്ചമ്മ. അയ്യോ, ഞാൻ മുടിയൊന്നും പിടിച്ച് പറിച്ചില്ല അമ്മ. ഞാൻ എന്റെ ടിക്ക് മാത്രമേ എടുത്തുള്ളൂ. അല്ല അമ്മ, അവളെ നുണ പറയുകയാണ്. അവൾ എന്റെ മുടി പിടിച്ച് പറിച്ചു. ഇല്ല അമ്മ, അവളാ നുണ പറയുന്നത്. ഞാൻ അവളുടെ മുടി പിടിച്ച് പറിച്ചില്ല. ഞാൻ ടിക്ക് മാത്രമേ എടുത്തുള്ളൂ. അല്ലെങ്കിലും ഇത് എന്റെ ടിക്കല്ലേ, ഇത് നിന്നെ അവളെ എടുക്കാൻ നിന്നത്. ഇതും നോക്കി ഞാൻ എത്ര സമയമാണെന്നോ റൂമിലൊക്കെ നോക്കി നടക്കുന്നു. എന്റെ അനുവാദമില്ലാതെ എന്റെ സാധനം എടുത്തതല്ലേ അവള്. അതുകൊണ്ട് അവളാണ് തെറ്റ് ചെയ്തത്. അമ്മ, ഞാനത് എടുത്തതല്ല. അമ്മ എന്റെയും കൂടി ഇതാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എടുത്തതാണ് ഞാനത്. ആഹാ, കൊള്ളാലോടി നിന്റെ ഐഡിയ. എടി, ഇതിന് മുന്നേ വാങ്ങിച്ച ഹെയർ ബാൻഡ് നീ നിന്റേതാണെന്ന് പറഞ്ഞത് നീ എനിക്ക് കുത്താൻ തന്നിട്ടുണ്ടോ? അപ്പോൾ അത് നീ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്നല്ലേ പറഞ്ഞത്? അതിന് മുന്നേ ഞാൻ വാങ്ങിച്ച മുടിക്കുറിക്ക് നീ നിനക്ക് വേണമെന്ന് എടുത്ത് പറഞ്ഞ് കുത്തിയില്ല. അത് പിന്നെ അത് നമ്മൾ രണ്ടുപേർക്കും കൂടെ വാങ്ങിച്ചതല്ലേ? അതുപോലെ തന്നെയല്ലേ ഇതും. ഇത് രണ്ടുപേർക്കും കൂടെ വാങ്ങിച്ചതല്ലേ? അല്ല, ഇത് എനിക്ക് വേണ്ടി മാത്രം ഞാൻ വാങ്ങിച്ചതാണ്. ഒന്ന് നിർത്തുന്നുണ്ടോ? രണ്ടുപേരുടെയും കൂടെ തല്ലുപിടുത്തം. മനുഷ്യൻ ഇവിടെ ഒരു സ്വസ്ഥതയുമില്ല. ഏത് സമയം നോക്കിയാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും തല്ലു പിടിക്കാനല്ലേ പണിയുള്ളൂ. എന്തോ നായത്, ഇങ്ങനെയാണെങ്കിലേ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുകയാണ്. നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ പറയാറില്ലേ, ഇവിടെ നിങ്ങൾ രണ്ടുപേർക്കും രണ്ട് സാധനമില്ല, എല്ലാ സാധനവും നിങ്ങൾ രണ്ടുപേരുടെയും കൂടിയാണെന്ന്? അതെങ്ങനെയാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടോ ഒരു അനുസരണ? പോലെ വളർന്നു രണ്ടും, എന്നിട്ടും തല്ലുപിടുത്തത്തിന് ഒരു കുറവുമില്ല. അമ്മ, ഇവളല്ലേ തെറ്റ് ചെയ്തത്, ഞാനല്ലല്ലോ. അമ്മ, ഞാൻ ഒരു പ്രാവശ്യം പോലും കുത്താത്ത ടിക്കല്ലേ അവളെടുത്ത് തലയിൽ വെച്ചത്? ടിക്ക് പിന്നെ തലയിലല്ലാണ്ട് പിന്നെ എവിടെയാടി വെക്കാ? കുഞ്ഞാനെ, നിന്റെ കുത്തക്കട കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പോയാലേ നീ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് മേടിക്കും. കണ്ടോ അമ്മ, കണ്ടോ അവളുടെ കുറച്ചിരി കണ്ടോ? കിട്ടണടി, കിട്ടണം. നിനക്ക് കിട്ടിയപ്പോഴാ. അവളും അവളുടെ ഒരു ടിക്കും. കണ്ടോ അമ്മ, അവളെന്നെ കളിയാക്കി ചിരിക്കണത് കണ്ടോ അമ്മ? പിന്നെ ചിരിക്കാതെ നിന്റെ കളി കണ്ടാലേ ചിരിച്ചാ മതിയോ? നിർത്തടി, നിർത്താനി. എന്താ നാടി ഇത്ര കാലം വിളിക്കാറുള്ളത്? ഞാൻ ഈ പറഞ്ഞതൊക്കെ രണ്ടു പേരോടും കൂടിയാണ്. അല്ലാതെ
നിനക്ക്. എന്നെ കളിയാക്കി ചിരിച്ചതല്ലേ, ഇപ്പൊ ആവശ്യത്തിലധികം നിനക്കും കിട്ടിയില്ലേ? എനിക്കിപ്പോൾ സമാധാനമായി. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? തല്ലുകൊള്ളുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. എന്നെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിച്ചാലേ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. പറഞ്ഞില്ലാന്ന് വേണ്ട. പിന്നെ അമ്മ കൊമ്മ എന്ന് പറഞ്ഞ എന്റെ പുറകെ വന്നിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. എവിടെയാണ് ആ ടിക് ടിക്ക്? ആ ടിക് ടിക്ക് ഇങ്ങോട്ടേക്ക് താ. മതി കുത്തിയതൊക്കെ, ഇനി രണ്ടുപേരും കുത്തണ്ടാത്. ഞാനേ അത് ആർക്കെങ്കിലും കൊടുത്തോളാം. ഇനി നിങ്ങൾ രണ്ടുപേരും അത് ഉപയോഗിക്കണ്ട. അമ്മ അങ്ങനെ പറയല്ലേ, അതെന്റെ ടിക് ടിക് അല്ലേ, അതെനിക്ക് വേണം. ആഹാ, അങ്ങനെ അവൾക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്കും വേണം. ആ, ഇത് തന്നെ ഞാൻ പറഞ്ഞത്, രണ്ടുപേരും ഉപയോഗിക്കണ്ട, അതിങ്ങോട്ടേക്ക് തരാൻ. ഇല്ല, തരത്തില്ല, ഞാൻ തരത്തില്ല, അതെനിക്ക് വേണം. അത് ശരി എങ്കിൽ അത് ഞാൻ നിനക്ക് തരാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ കുത്തുമോ? അത് 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 അതെന്റേതല്ലേ, ഞാനത് അവൾക്ക് കൊടുക്കത്തില്ല. അവൾക്ക് വേണമെങ്കിൽ അമ്മ വേറൊരെണ്ണം അവൾക്ക് പുതിയത് വാങ്ങിച്ചു കൊടുത്തോ. ഇത് എന്റേതാണ്, ഇത് ഞാൻ അവൾക്ക് കൊടുക്കത്തില്ല. ശരി, ഞാൻ നാളെ ടൗണിൽ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അവൾക്ക് പുതിയൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കും. നിനക്ക് ഞാൻ വാങ്ങിച്ചു തരത്തില്ല. ടിക് ടിക്കോ? എനിക്കോ? അതും പുതിയ ടിക് ടിക്കോ? അത് പറ്റത്തില്ല. അപ്പോഴേ എനിക്ക് വാങ്ങേണ്ടി വരും. ഇത് വലിയ ശല്യമായില്ല ഇവിടെയും കൊണ്ട്. അല്ലെങ്കിലും അമ്മ എന്തിനാ ഇപ്പൊ പുതിയ ടിക് ടിക് വാങ്ങുന്നത്? ഇതേ ഞങ്ങൾ രണ്ടുപേരും തന്നെ കുത്തിക്കൊള്ളാം. ഇത് കുത്തിപ്പോയതായിട്ട് പുതിയതൊരെണ്ണം വാങ്ങിച്ചു തന്നാ മതി. ഇത് ഒരു ദിവസം അവള് കുത്തിക്കോട്ടെ, ഒരു ദിവസം ഞാൻ കുത്തിക്കോളാം. ഇങ്ങനെയൊന്നുമല്ലല്ലോ നീ ഇത്ര നേരം പറഞ്ഞത്. അതൊക്കെ ഞാൻ അമ്മയെ പറ്റിക്കാൻ വേണ്ടിട്ട് വെറുതെ പറഞ്ഞതാ. ഇതേ ഞാൻ ഇവൾക്കും കുത്താൻ കൊടുക്കും. വേണമെങ്കിലേ ഇവൾക്ക് സ്വന്തം എടുത്തോട്ടെ, എനിക്കൊരു കുഴപ്പവുമില്ല. അമ്പരി കേമി, നിന്റെ ഐഡിയ ഒക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ.